പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ആത്മീയമായ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ സ്വന്തമാക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതിന് കാരണമായി തീരണം. ഇന്നത്തെ പ്രഭാതത്തിൽ അവരിലേക്ക് ഒഴുകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറയുവാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ക്രിസ്തു നമ്മെ എത്രമാത്രം സ്നേഹിച്ച് പരിഗണിച്ച് നമ്മിലേക്ക് തൻ്റെ സ്നേഹവും കാരുണ്യവും നൽകിയോ അതുപോലെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ ഈശോയെ, പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ പങ്കുചേരാതെയും സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ആത്മീയതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹത്തിന് നിരക്കുന്നതല്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ഒന്നാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമെത്തിക്കാനുള്ള നമ്മുടെ വലിയ വിളിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തകൻ്റെ പുസ്തകം 41-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദരിദ്രനെ ശ്രദ്ധിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടകാലത്ത് അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ കാത്തുരക്ഷിക്കുകയും ജീവനോടെ നിലനിർത്തുകയും ചെയ്യും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. സ്നേഹവും കാരുണ്യമുള്ള പരമകാരുണ്യവാനായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ ആനന്ദമായ കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളെ അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്താൽ നിറച്ചതിനും ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണാനും അവർക്ക് സ്വാന്തനമേകുവാനും കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിച്ച് ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അങ്ങയുടെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ അപരിചിതനായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. എനിക്ക് ഉടുക്കാനില്ലായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവനിത് ചെയ്തപ്പോഴെല്ലാം അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുളി ചെയ്ത ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്കും വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈശോ നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവൻ്റെ മുഖം കാണാനാണ്. വിശക്കുന്നവനും ദാഹിക്കുന്നവനും രോഗിയായവനും തടവിലായവനും വസ്ത്രമില്ലാത്തവനും എല്ലാം ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ്. അവരെ സഹായിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിരവധിയായ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ അടച്ച് കേവലം ഒരു സ്വകാര്യം ആത്മീയതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പ്രീതികരമാവുകയില്ല എന്ന് നാം തിരിച്ചറിയണം. കാരണം അവിടുത്തെ സ്നേഹം എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ഒന്നാണ്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു. ആ